ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ തൻ്റെ വലത്തുകാൽ സമുദ്രത്തിന്മേലും ഇടത്തുകാൽ ഭൂമിമേലും വെച്ചുകൊണ്ട് ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്ന ദർശനം 10-ാം അധ്യായത്തിൽ നാം പഠിച്ചല്ലോ. 7-ാം കാഹളധ്വനി ന്യായവിധിയുടെ സമയത്ത് ഇസ്രയേലിനും ജാതികൾക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളുടെ രഹസ്യങ്ങൾ നിറവേറും, അതിന് ഇനിയും കാലതാമസമില്ല എന്ന് സ്വർഗത്തിലുള്ള ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുന്ന ഒരു ദൂതനെ നാം 10-ാം അധ്യായത്തിൽ കണ്ടു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ 11-ാമത്തെ അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ ദണ്ണുപോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ബൈബിളിൽ അളവുനൂൽ അവകാശത്തെയും കെട്ടിട നിർമ്മാണത്തെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു ആലയത്തിൻ്റെ പണിയുടെ വിവരങ്ങൾ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാക്യങ്ങളുടെ പഠനം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് യഹൂദന്മാർക്ക് യെരുശലേമിലുണ്ടായിരുന്ന ആദ്യത്തെ 2 ടെമ്പിൾസിൻ്റെ ടൈം ലൈൻ ഒന്ന് നോക്കാം. യഹൂദന്മാരുടെ സമാഗമന കൂടാര ശുശ്രൂഷകൾക്ക് ശേഷം ശലോമൻ രാജാവ് ഏകദേശം BC 960 ആണ് ആദ്യത്തെ യഹൂദന്മാരുടെ ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ചത്. ആ ദേവാലയം ബാബിലോൺ ചക്രവർത്തിയായ നെബുക്കദ്നേസർ BC 600 നശിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ സമയത്തെ ദേവാലയം ഹേരോദാവ് രാജാവ് 46 വർഷങ്ങൾ കൊണ്ട് പണിത അതിമനോഹരമായ ദേവാലയമായിരുന്നു. ജീസസ് prophesied the total destruction of Jerusalem's magnificent temple, stating, "Not one stone here will be left upon another," a prophecy recorded in Matthew 24, Mark 13 and Luke 21, 5-6. റോമൻ ന്യായാധിപതിയായ ടൈറ്റസിൻ്റെ കാലത്ത് AD 70 ഈ ദേവാലയം നശിക്കപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട സമയം ഏകദേശം AD 95 യഹൂദന്മാർക്ക് ഒരു ദേവാലയം യെരുശലേമിൽ ഇല്ലായിരുന്നു. പിന്നെ ഏതാണ് 11-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ഈ ദേവാലയം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. റാപ്ചറിന് ശേഷം ട്രിബുലേഷൻ പീരീഡിൻ്റെ ആദ്യഘട്ടമായ 3.5 വർഷം അഥവാ 42 മാസം ഭൂമിയിൽ സമാധാനമുള്ള ഒരു സമയമായി തെറ്റിദ്ധരിപ്പിച്ച് ദ വൈറ്റ് ഹോഴ്സ്മാൻ ഓഫ് ദ അപ്പോക്കലപ്സ് എന്നറിയപ്പെടുന്ന ഒരു വെള്ള കുതിരക്കാരൻ പ്രത്യക്ഷപ്പെട്ടത് നാം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പഠിച്ചല്ലോ. ട്രിബുലേഷൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന റെവലേഷൻ 11-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്ന ദേവാലയം യഹൂദന്മാരുമായി വ്യാജ സമാധാന ഉടമ്പടികൾ ചെയ്ത് ക്രിസ്തുവിൻ്റെ സമ്മതത്തിൽ പണിയുന്നതാണ്. അവിടെ ആരാധനയും യാഗങ്ങളും തുടരുന്നു. യഹൂദന്മാർ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നത് പോലെയാണ് അത്. എന്നാൽ ട്രിബുലേഷൻ്റെ അവസാനത്തെ 3.5 വർഷം 42 മാസം ഈ ദേവാലയം ക്രിസ്തു നശിപ്പിക്കുന്നു. ഇതാണ് ജാതികൾക്കായി കൊടുത്തിരിക്കുന്ന പ്രാകാരത്തിൻ്റെ 42 മാസമെന്ന് 2-ാം വാക്യത്തിൽ പറയുന്നത്. ഈ ട്രിബുലേഷൻ ടെമ്പിളിൻ്റെ റെഫറൻസ് നമുക്ക് ഡാനിയേൽ 9:26-27, മാത്യു 24:15, 2 തെസ്സലോനിയൻസ് 2:3-4 എന്നീ ഭാഗങ്ങളിൽ വായിക്കാം. എന്നാൽ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, കർത്താവ് എന്തിനാണ് ഈ ട്രിബുലേഷൻ ടെമ്പിളിൻ്റെ കണക്കുകൾ എടുത്ത് അത് അളക്കുവാൻ ദൂതൻ വഴി വിശുദ്ധ യോഹന്നാനോട് പറയുന്നത്? ബൈബിൾ സ്കോളേഴ്സ് അത് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഒന്നാമതായി, അകത്തെ ടെമ്പിളിൽ ആരാധിക്കുന്ന മനുഷ്യരുടെ അളവ് എടുക്കുന്നത് അവരുടെ സംരക്ഷണം കണക്കുകൂട്ടിയാണ്. കർത്താവിൻ്റെ ഒരു ശേഷിപ്പ് അതിലുണ്ട്.
അവരുടെ പ്രൊട്ടക്ഷൻ ആണ് ഇത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി, ദിവ്യ ന്യായവിധി നടപ്പിലാക്കുവാൻ ദൈവം കഷ്ടതയുടെ ദൈർഘ്യം, തീവ്രത ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തുന്നു. മൂന്നാമതായി, ക്രമമായി തന്നെ നീതി നടപ്പിലാക്കാനും വിശുദ്ധീകരിക്കാനും എതിർ ക്രിസ്തുവിൻ്റെയും പ്രവാചകൻ്റെയും സാത്താൻ്റെയും ദുരാധിപത്യത്തിൻ്റെ യുഗം അവസാനിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അവസാനത്തെ 3.5 വർഷത്തെ തീവ്രമായ കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടം തിരിച്ചറിയുക. അതിനായി പുറത്തുള്ള പ്രാകാരം ജാതികൾക്ക് ചവിട്ടാനായി 42 മാസം അഥവാ 3.5 വർഷത്തേക്ക് നൽകുന്നു. 12 മുതൽ 16 വരെയുള്ള വെളിപ്പാട്ടിലെ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ട ഉടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. മഹാപീഡനകാലത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷം സാക്ഷീകരണത്തിനായി മുദ്രവെച്ച 144,000 രക്ഷിക്കപ്പെട്ട 12 ഗോത്രങ്ങളിൽ നിന്നുമുള്ള യഹൂദന്മാരുടെ സാക്ഷീകരണം മൂലം അനേകം ആത്മാക്കളെ നേടുന്നത് നാം റെവലേഷൻ 7:1-10 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ചല്ലോ. അവരുടെ കൂടെ ഇതാ ട്രിബുലേഷൻ്റെ സെക്കൻഡ് ഹാഫിൽ ദൈവം നിയോഗിച്ച 2 വിശ്വസ്ത സാക്ഷികൾ 1260 ദിവസം, അതായത് 3.5 വർഷം പ്രവചിക്കുമെന്ന് ഈ വാക്യത്തിൽ നാം പഠിക്കുന്നു. ദൈവം തമ്പുരാൻ തന്നെ വരം നൽകി അയക്കുന്ന 2 സാക്ഷികളാണ് ഇവർ എന്ന 3-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. ഇവിടെ സാക്ഷികൾ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ന്യായപ്രമാണപ്രകാരം 2 സാക്ഷികളാണ് ആവശ്യം. ഇത് നമുക്ക് ആവർത്തന പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കാം. അത് ഞാൻ വായിക്കുന്നു. ഡ്യൂട്ടറോണമി 17:6. മരണയോഗ്യനായവനെ കൊല്ലുന്നതിന് 2-3 സാക്ഷികളുടെ വാമൊഴി മേൽ ആയിരിക്കണം. ഏകസാക്ഷിയുടെ വാമൊഴി മേൽ അവനെ കൊല്ലരുത്. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും 2 സാക്ഷികളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അടുത്ത വാക്യത്തിൽ ഈ 2 സാക്ഷികളെക്കുറിച്ച് ഉള്ള 2 പരാമർശങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ഇൻ ദ ബൈബിൾ ആൻ ഒലിവ് ട്രീ സിംബലൈസസ് പീസ്, ഗോഡ്സ് ബ്ലെസ്സിങ്സ്, fertility and a covenant relationship between God and his people. It represents endurance and eternal life, and often olive oil represents the Holy Spirit's anointing. Originating in the tabernacle in Exodus chapter 20, it provided light in the holy place and symbolizes God's spirit and guidance. In the New Testament, it is a symbol of church providing the light of Christ. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് 2 ലാംപ് സ്റ്റാൻഡ്സിൻ്റെയും 2 ഒലിവ് മരത്തിൻ്റെയും ദർശനം വായിക്കാം. അവിടെ 14-ാം വാക്യത്തിൽ എണ്ണയൊഴുക്കുന്ന 2 ഒലിവ് കൊമ്പുകൾ നാം കാണുന്നു. ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് നാം അവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഈ 2 സാക്ഷികൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സുവിശേഷത്തിൻ്റെ പ്രകാശം ഇരുൾ നിറഞ്ഞ ട്രിബുലേഷൻ ടൈമിൽ പകരുന്നു. ഇവർ ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവരെക്കുറിച്ചുള്ള കുറേ ക്ലൂസ് നമുക്ക് 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. 2 Kings chapter 1:10-12 വരെയുള്ള വാക്യങ്ങളിൽ ഇതുപോലെ സമമായ ഒരു ദൃശ്യം നമുക്ക് വായിക്കാം. സമരിയയിലെ രാജാവ് 50 പേരുള്ള 3 കൂട്ടം സൈന്യങ്ങളെ ഏലിയ പ്രവാചകന്റെ നേർക്ക് അയച്ചപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യവും പ്രവാചകൻ ആകാശത്തു നിന്നും തീ ഇറങ്ങി അവരെ നശിപ്പിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. അതുപോലെ തന്നെ 2 Kings chapter 1:8 നാം ഇങ്ങനെ വായിക്കുന്നു. രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു. അവർ പറഞ്ഞു, അവൻ നിശഖ്യനായ ഏലിയാവ് ആണ് എന്ന് അവർ പറഞ്ഞു.
ഇവിടെ ഈ സാക്ഷികളിൽ ഒരാൾ എലിയ പ്രവാചകനായിരിക്കുമോ എന്നതിൻ്റെ 2 ഹിൻസ് നമുക്ക് ലഭിക്കുന്നു. ഒന്നാമതായി, തീയാൽ തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നു. രണ്ടാമതായി, റെവലേഷൻ 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇവരുടെ വേഷത്തെക്കുറിച്ച് ഉള്ള പരാമർശത്തിൽ അവർ രട്ടുടുത്തുകൊണ്ട് എന്ന വാക്ക് ശ്രദ്ധിക്കുകയാണ്. ഇവിടെ രണ്ടാമതും എലിയ പ്രവാചകൻ്റെ ഒരു ഹിൻഡ് നമുക്ക് ലഭിക്കുന്നു. വെളിപ്പാട് 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഈ 2 സാക്ഷികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിടെ അവർ സാക്ക് ക്ലോത്ത് അഥവാ രട്ടുടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ബൈബിൾ, സാക്ക് ക്ലോത്ത് വാസ് എ കോഴ്സ് അൺകംഫർട്ടബിൾ മെറ്റീരിയൽ, ഓഫൺ ബ്ലാക്ക്, വൂവൺ ഫ്രം ഗോട്ട് ഓർ ക്യാമൽ ഹെയർ. നമുക്ക് 6-ാമത്തെ വാക്യം വായിക്കാം. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. 11-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്ത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന 2 സാക്ഷികളുടെ ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് വളരെയധികം ഊഹാപോഹങ്ങൾ അഥവാ സ്പെക്കുലേഷൻസ് വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ മഴ പെയ്യാതെ ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് നാം വായിക്കുന്നു. 1 രാജാക്കന്മാർ 17-ഉം 18-ഉം അധ്യായങ്ങളിൽ ഏലിയ പ്രവാചകൻ ഇസ്രയേലിനെ വിശ്വാസത്യാഗത്തിലേക്ക് നയിച്ചതിന് ദേശത്തിൽ മഴ പെയ്യാതെ ഇരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൽ വീണ്ടും നമ്മൾ ഒരു സാക്ഷി ഏലിയ പ്രവാചകൻ ആകാനുള്ള 3-ാമത്തെ ഹിൻഡ് ലഭിക്കുന്നു. ഇവിടെ 6-ാം വാക്യത്തിൽ നാം കാണുന്ന അടുത്ത സൂചന വെള്ളം രക്തമാക്കുക എന്നതാണ്. എക്സോഡസ് 7:14-18 വരെയുള്ള വാക്യങ്ങളിൽ മോശ ദൈവകൽപ്പന പ്രകാരം നൈൽ നദിയിലെ വെള്ളം രക്തമാക്കുന്നത് നമുക്ക് വായിക്കാം. ഇത് മിസ്രൈമ്യർക്കുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ ബാധ ആയിരുന്നു. ഈ വാക്യത്തിൽ നമുക്ക് ഒരു സാക്ഷി മോശയായിരിക്കുമോ എന്നതിൻ്റെ ഒരു ക്ലൂ കിട്ടുന്നു. 6-ാം വാക്യത്തിലെ അടുത്ത സൂചന ബാധകൾ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കുക എന്നതാണ്. In Exodus chapters 7-11, we can read that God commanded Moses to inflict 10 types of plagues upon Egyptians. ഇത് ഒരു സാക്ഷി മോശയായിരിക്കുമോ എന്നതിൻ്റെ 2-ാമത്തെ ക്ലൂ നമുക്ക് ലഭിക്കുന്നു. ഇതുകൂടാതെ കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ സമയത്ത് ടാബോർ മലയിൽ വെച്ച് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. മോസസ് ഈസ് മെൻഷൻഡ് അപ്രോക്സിമേറ്റ്ലി 54-80 times in the New Testament as a representative of the law, while Prophet Elijah is mentioned approximately 30 times. Together they symbolize the law and the prophets in the Gospels. ഈ സൂചനകൾ ചൂണ്ടിക്കാണിക്കുന്ന ഏലിയ പ്രവാചകനെയും മോശയെയും ആകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ബൈബിളിൽ മരണം കാണാത്ത 2 പേരിൽ ഒരാൾ ഏലിയ പ്രവാചകനാണ്. 2 Kings 2:1-12 വായിക്കുമ്പോൾ ഏലിയ പ്രവാചകനെ ദൈവം ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുന്ന സീൻ നമുക്ക് വായിക്കാം. ബൈബിളിൽ മരണം കാണാത്ത മറ്റേയാൾ ഹാനോക്ക് ആണ്. അത് നമുക്ക് ജെനസിസ് 5:24 വായിക്കാം. അതുപോലെ തന്നെ സ്നാപക യോഹന്നാനെക്കുറിച്ച് യേശു കർത്താവ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വരുവാനുള്ള ഏലിയാവ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ പിതാവ് സെക്കറിയാവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ സ്നാപക യോഹന്നാനും ഹാനോക്കും ഈ ചർച്ചാ വിഷയങ്ങളിൽ ഉണ്ട് എന്നതിന് സംശയമില്ല. ഈ 2 സാക്ഷികൾ 1260 ദിവസം സാക്ഷീകരിക്കും. ആ സമയത്ത് ആർക്കും അവരെ തടയുവാൻ സാധിക്കുകയില്ല. നാം നേരത്തെ പഠിച്ചതുപോലെ ചില സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല.
അതൊക്കെ തർക്ക വിഷയങ്ങൾ ആക്കേണ്ട കാര്യമില്ല. അത് ദൈവത്തിൻ്റെ മർമ്മമാണ്. അത് ദൈവത്തിൻ്റെ സമയത്ത് വെളിപ്പെടുത്തും. നമുക്ക് 7-ാമത്തെ വാക്യം വായിക്കാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ഈ 2 സാക്ഷികൾക്ക് എതിരെ വരുന്നവരെ ഇവർ വായിൽ നിന്നും വരുന്ന തീയാൽ നശിപ്പിക്കും. എന്നാൽ ബോട്ടംലെസ് പിറ്റിൽ നിന്നും സാത്താൻ്റെ ശക്തി ലഭിച്ചു കയറി വരുന്ന മൃഗം ഇവരെ കൊല്ലുന്നു. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ അവരുടെ സാക്ഷ്യം തികയ്ക്കും എന്നതാണ്. 1260 ദിവസങ്ങളിലുള്ള അവരുടെ ശുശ്രൂഷ തികച്ച ശേഷം ദൈവത്തിൻ്റെ മുൻകണ്ട ടൈം ലൈനിൽ ദൈവത്തിൻ്റെ സമ്മതത്തോടുകൂടി തന്നെ ഇവരുടെ മരണവും സംഭവിക്കുന്നു. മഹാപീഡന കാലത്തിൻ്റെ 1260 സാക്ഷികൾ മാനസാന്തരത്തിൻ്റെ സന്ദേശം പ്രസംഗിക്കുന്നു. ഇതുമൂലം അനേകം യഹൂദന്മാർ മാനസാന്തരത്തിലേക്ക് തിരിയുന്നു. ഇവരുടെ ശുശ്രൂഷ ലോകജനതയുടെ മാനസാന്തരത്തിനുള്ള അന്തിമ അടിയന്തര ആഹ്വാനമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഇസ്രയേലിലെ ജൂതന്മാർക്ക് എതിർക്രിസ്തുവിൻ്റെ തീവ്രമായ കഷ്ടപ്പാടുകളും എതിർപ്പുകളും നേരിടുമ്പോൾ സുവിശേഷം സ്വീകരിക്കാനുള്ള ഒരു വഴിയായി ദൈവരാജ്യത്തിൻ്റെ അന്തിമ സ്ഥാപനത്തിലേക്ക് നയിക്കുന്ന 2 ഒലിവ് മരങ്ങളായും 2 മെഴുകുതിരികളായും ഇവർ കണക്കാക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മഹാപീഡന കാലത്തും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ കാണും. അതുകൊണ്ടാണ് ആ 2 സാക്ഷികൾ പ്രവചനങ്ങളാൽ ആത്മാക്കളെ നേടുന്നത്. സക്കറിയാവ് 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അന്ധകരമായ പൈശാചികത്തിൻ്റെ ഇടയിലും ഈ 2 സാക്ഷികൾ 2 നിലവിളക്കുകളായി പ്രകാശിക്കും. എന്നാൽ ട്രിബുലേഷൻ ടൈമിൽ ഹോളി സ്പിരിറ്റ് ദുഷ്ടതയെ തടയുന്നില്ല. നാം ഇപ്പോൾ ജീവിക്കുന്നത് കൃപയുടെ കാലത്താണ്. പ്രൈസ് ഗോഡ്. ദ ഹോളി സ്പിരിറ്റ് വർക്ക്സ് ടു സാങ്ക്ടിഫൈ ബിലീവേഴ്സ്, helping them to grow in holiness and become more like Christ. Praise God. നമുക്ക് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയുമില്ല. ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഈ 2 സാക്ഷികൾ വളരെയധികം എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവരെ കൊല്ലുവാൻ ശ്രമിക്കുന്നവരെ അവർ അഗ്നി, മഹാബാധകൾ, വരൾച്ച ഇതൊക്കെ കൊണ്ട് നശിപ്പിക്കും. ഈ സമയത്ത് സാത്താൻ്റെ ശക്തികൾ ഭൂമിയിൽ ഉഴഞ്ഞാടും. ദൈവം അത് അനുവദിക്കുന്നതിനാൽ വെളിച്ചത്തിൻ്റെ മേൽ അന്ധകാരവും നീതിയുടെ മേൽ ദുഷ്ടതയും ജയിക്കും. സാത്താനുള്ള താൽക്കാലികമായ വിജയമാണ് ഇത്. ഈ 2 സാക്ഷികൾ രക്തസാക്ഷികളായി അവരുടെ ശരീരം ചത്ത മൃഗങ്ങളെപ്പോലെ യെരുശലേമിൻ്റെ തെരുവീഥികളിൽ 3.5 ദിവസം കിടക്കും. ആ നഗരം എന്ന് ഉദ്ദേശിക്കുന്നത് യെരുശലേമാണ് എന്ന് ഉള്ളതിൻ്റെ പല തെളിവുകളും ഇവിടെ കാണാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്ന യെരുശലേമിനെക്കുറിച്ച് യേശു കർത്താവ് സംബോധന ചെയ്യുന്നത് നമുക്ക് വായിക്കാം. തന്നെയുമല്ല, ഈ അധ്യായത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങളിൽ യെരുശലേം ദേവാലയവും അതിൻ്റെ യാഗപീഠവും അതിന് പുറത്തുള്ള പ്രാകാരത്തിൻ്റെയും അതിൽ ആരാധിക്കുന്നവരുടെയും വിവരങ്ങൾ നമുക്ക് വായിക്കാം. 8-ാം വാക്യത്തിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമെന്ന് എടുത്തു പറയുന്നുണ്ട്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് യെരുശലേം എന്ന വലിയ നഗരത്തിലാണ് എന്ന് ഈ വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. കർത്താവ് ഈ നഗരത്തെ പ്രതീകാത്മകമായി സോഡോം എന്നും ഈജിപ്റ്റ് എന്നും പറയുന്നതിൻ്റെ കാരണം, മഹാപീഡനകാലത്ത് ഈ നഗരം ധാർമ്മികമായി അധപ്പതിക്കുകയും സോദോം പോലെ അതിലെ നിവാസികൾ എതിർക്രിസ്തുവിൻ്റെ അടിമത്വത്തിൽ ആയി തീരുകയും ചെയ്യുന്നു. ഇത് നാം 13-ാമത്തെ അധ്യായത്തിൽ പഠിക്കുവാൻ പോകുകയാണ്. കല്ലറയിൽ അടക്കുവാൻ അനുവദിക്കാതെ ഇവരുടെ ഡെഡ് ബോഡീസ് 3.5 ദിവസം ലോകത്തിലെ എല്ലാ രാജ്യക്കാരും ജാതിക്കാരും ഭാഷക്കാരും കാണുമെന്ന് 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 1960-കളിൽ പോലും ഇത് പറഞ്ഞാൽ
മനുഷ്യന് ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത് ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഐഫോൺ ഈ മാധ്യമങ്ങളിൽ കൂടിയെല്ലാം ഈ കാഴ്ച കാണുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ അതിശയോക്തി അല്ലല്ലോ. ഈ രണ്ട് സാക്ഷികളുടെ സാഹസികമായ പ്രവൃത്തികൾ മൂലം ഭൂമിയിലെ ദുഷ്ടജനങ്ങൾ അവരുടെ മരണത്തിൽ നിന്നുമുള്ള ആനന്ദവും ഉല്ലാസവും കാരണം അവരെ ഒരു കല്ലറയിൽ അടക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, അവർ തമ്മിൽ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നതായി 10-ാം വാക്യത്തിൽ നാം വായിച്ചു. നമുക്ക് 11-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. 32-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ച ആദാമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതുപോലെ 3.5 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ജീവശ്വാസം ഈ രണ്ട് സാക്ഷികളിന്മേൽ വന്നു. അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് ലോകത്തിലെ വാർത്താവിനിമയ മാധ്യമങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ലോകജനങ്ങൾ ഈ അവിശ്വസനീയമായ കാഴ്ച കണ്ട് ഭയപരവശരായിത്തീരുന്നു. ഈ അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകജനത സ്വർഗത്തിൽ നിന്നും മുഴങ്ങുന്ന ഇവിടെ കയറി വരിക എന്ന മഹാശബ്ദം കേൾക്കുകയും ഈ രണ്ട് സാക്ഷികൾ മേഘങ്ങളിൽ കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നു. എത്ര മഹത്വകരമായ ഒരു കാഴ്ചയാകുന്നു അത്. ഇത് മാനുഷികമായി ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ള വിഷയങ്ങളാണ്. എന്നാൽ ദൈവാത്മാവ് ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. 14. 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. ഈ രണ്ട് സാക്ഷികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും പാപത്തിനുള്ള ശിക്ഷാവിധിയും പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയും നഗരത്തിൻ്റെ 10-1 നശിക്കുകയും 7000 പേർ ആ ഭൂകമ്പത്തിൽ മരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് സാക്ഷികളുടെ മരണം ഒരാഘോഷമായി തീർന്ന ആ ജനതയോട് ദൈവം തമ്പുരാൻ ന്യായം വിധിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്തും ഇതുപോലെ ഒരു ഭൂകമ്പം യെരുശലേമിൽ ഉണ്ടായത് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. ദൈവത്തിൻ്റെ ഈ ന്യായവിധി മൂലം ജനങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അതൊരു പശ്ചാത്താപമായി കണക്കാക്കാവുന്നതല്ല. 14-ാം വാക്യത്തിൽ 2-ാമത്തെ കഷ്ടം കഴിഞ്ഞുവെന്നും 3-ാമത്തെ കഷ്ടം വേഗം വരുന്നതായും പറയും. മഹാപീഡനകാലത്തിൻ്റെ ഈ സമയം ദിവ്യ ന്യായവിധികളും പീഡനങ്ങളും ഉണ്ടായിരുന്നിട്ടും ദി എവർലാസ്റ്റിംഗ് ഗോസ്പൽ എന്നറിയപ്പെടുന്ന നിത്യസുവിശേഷം ആഗോളതലത്തിൽ പ്രഖ്യാപിക്കപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഊന്നിപ്പറയുകയും മാനസാന്തരപ്പെട്ട് എതിർ ക്രിസ്തുവിൻ്റെ അടയാളം നിരസിക്കാനുള്ള ആഹ്വാനങ്ങളും ലഭിക്കുന്ന സമയങ്ങൾ ആണിത്. ഈ കാലഘട്ടത്തിൽ 144,000 യഹൂദ സാക്ഷികളുടെ സാക്ഷീകരണങ്ങൾ മൂലം തീവ്രമായ പീഡനങ്ങളുടെ ഇടയിലും അനേകർ രക്ഷയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നാം ഇന്ന് പഠിച്ച 2 അത്ഭുത സാക്ഷികളുടെ സാക്ഷീകരണങ്ങൾ മൂലവും അനേകർ ദൈവത്തിങ്കിലേക്ക് വരുന്നു. ഈ കാലത്ത് രക്ഷിക്കപ്പെടുന്ന ആളുകളെ ട്രിബുലേഷൻ സെയിൻസ് എന്നറിയപ്പെടുന്നു. നമ്മൾ ഇന്ന് പഠിച്ച ഈ 2 സാക്ഷികൾ നമുക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. മഹത്തായ നിയോഗം എന്നറിയപ്പെടുന്ന യേശു കർത്താവിൻ്റെ അവസാനത്തെ കൽപ്പന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവിൻ്റെ ഈ ആഹ്വാനം 12 ശിഷ്യന്മാരും ഏറ്റെടുത്തു. അവരുടെ ജീവിത അവസാനം വരെ അവരുടെ ഗുരുവിൻ്റെ കൽപ്പന നിറവേറ്റി. വിശുദ്ധ യോഹന്നാൻ ഒഴികെ ബാക്കി 11 ശിഷ്യന്മാരും
സുവിശേഷം മൂലം രക്തസാക്ഷികളായി മരിക്കേണ്ടി വന്നു. എന്നാൽ അവരുടെയും അവരെപ്പോലെയുള്ള എണ്ണാൻ സാധിക്കാത്ത വിശ്വാസികളുടെയും സാക്ഷീകരണങ്ങൾ മൂലമാണ് ലോകത്തിൻ്റെ എല്ലാ കോണ്ടിനെൻസിലും സുവിശേഷം ഇന്ന് മുഴങ്ങുന്നത് എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. യേശു കർത്താവിൻ്റെ ഈ കൽപ്പന എല്ലാ വിശ്വാസികൾക്കും സഭകൾക്കും ഉള്ള ഒരു ആഹ്വാനം തന്നെയാണ്. യുഗാന്തം വരെ കർത്താവിൻ്റെ നിരന്തരമായ വാഗ്ദാനത്താൽ പ്രചോദിതരായി നമ്മുടെ ജനവിഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കർത്താവിൻ്റെ ഈ നിർദ്ദേശം അടിയന്തരമായി നിലനിൽക്കുന്നു. നിഷ്ക്രിയമായി കാത്തിരിക്കുന്നതിന് പകരം സുവിശേഷം സജീവമാക്കി പങ്കിടാൻ വിശ്വാസികളെ ഈ കൽപ്പന ആഹ്വാനം ചെയ്യുന്നു. ടെക്നോളജി മാറുന്നതിന് അനുസരിച്ച്, വാർത്താവിനിമയങ്ങൾ വികസിക്കുന്നതിന് അനുസരിച്ച് ഈ തലമുറയുടെ വിശ്വാസികളായ നാം നമ്മുടെ കഴിവും പരിതസ്ഥിതികളും അനുസരിച്ച് തലമുറകളുടെ തടസ്സങ്ങൾ മറികടന്ന് ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് പകരുവാൻ ബാധ്യസ്ഥരാണ്. അതിന് സഭയായിട്ടും കുടുംബങ്ങളായിട്ടും വ്യക്തിപരമായും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.